എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ 3 ബുക്കുകൾ, അതായത് ഞാൻ റീഡിങ്ങിലേക്ക് ഫസ്റ്റ് കടന്നു വരുമ്പോൾ ആദ്യമായിട്ട് വായിക്കുന്നത്, അതുപോലെ കുറച്ചും കൂടി എന്താ പറയുക, നമ്മുടെ ആ ഒരു നോർമൽ ലൈഫ് ഉണ്ടല്ലോ, എല്ലാവരും സ്കൂളിലേക്ക് പോയി പിന്നെ ജോബ് പിന്നെ റിട്ടയർമെൻറ്റ് എന്നുള്ള രീതിയിൽ നിന്നൊക്കെ മാറി ഇവിടെ മണീൻ്റെ പൈസൻ്റെ ഒക്കെ അബണ്ടൻസ് ഉണ്ട്, നമ്മളെ കുറച്ചുകൂടി നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റും, എല്ലാ ദിവസവും 1% ബെറ്റർ ആക്കാൻ പറ്റും. അതുപോലെ ഡിസിപ്ലിൻ, നമുക്ക് എന്താണ് ഹാർഡ് തിങ്സ് അച്ചീവ് ചെയ്യാനുള്ളൊരു, മറ്റുള്ളവർക്കൊക്കെ ചെയ്യാൻ ഇഷ്ടമില്ലാത്ത വർക്കുകൾ എങ്ങനെ ചെയ്യാം, ഡിസിപ്ലിൻ എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നൊക്കെ ഒരു ബേസിക് നോളജ് ഞാൻ ഉണ്ടാക്കിയ 3 ബുക്കുകളാണ് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്, അറ്റോമിക് ഹാബിറ്റ്സ്, അതുപോലെ കാൺട്ട് ഹേർട്ട് മീ ബൈ ഡേവിഡ് ഗോഗിൻസ്. ഞാൻ റീഡിങ് തുടങ്ങുന്നതിന് മുമ്പ് ഫസ്റ്റായിട്ട് ഞാൻ റീഡിങ്ങിലേക്ക് കടന്നു വരുന്നത്, നമ്മൾ ഫസ്റ്റ് വരെ എല്ലാ ഒരു പോസ്റ്റിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ കാണുന്നുണ്ടാവുക റിച്ച് ഡാഡ് പുവർ ഡാഡ്, തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്, അങ്ങനത്തെ ബുക്കുകളാണ്. അങ്ങനെ എന്തോ ഒരു പോസ്റ്റോ വീഡിയോ എന്തെങ്കിലും കണ്ടു, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ എന്നുള്ള രീതിയിൽ സെൽഫ് ഹെൽപ്പ് ബുക്ക് വായിക്കുന്നതിലേക്ക് ഇൻട്രൊഡ്യൂസ് ആവണേ, വായിക്കാൻ തുടങ്ങുന്നത് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എടുത്തിട്ടാണ്. അപ്പോൾ ഇത് ഭയങ്കര അടിപൊളി സാധനമാണ്, നമ്മളെ ലൈഫ് മാറി എന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷേ നമ്മളെ നോർമൽ ചിന്താഗതി, അതായത് ജസ്റ്റ് നമുക്ക് ഇത്ര പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, മാസം 30,000 അല്ലെങ്കിൽ 40,000 അല്ലെങ്കിൽ 1,00,000ഒക്കെയാണ് മാക്സിമം എൻ്റെ സർക്കിളിലുള്ള എല്ലാവരും ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ലെവൽക്കായിരിക്കും നമ്മളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവുക. പക്ഷെ അതിൻ്റെ പുറത്തേക്ക് ഞാൻ ചിന്തിച്ചത്, ഇവിടെ പൈസൻ്റെ അബണ്ടൻസ് ഉണ്ട്, നമുക്കത് ഫിസിക്കലി നമ്മളെ കയ്യിലില്ല എന്നുള്ളൂ, പക്ഷേ സാധനം ഇവിടെ ഒക്കെ ഉണ്ട് എന്നുള്ളൊരു മൈൻഡ് സെറ്റൊക്കെ ഉണ്ടാക്കി തന്നത് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് ആണ്. അപ്പോൾ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എഴുതിയത് നെപ്പോളിയൻ ഹിൽ എന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ അത് ഭയങ്കര സിമ്പിളാണ് ഒരു ബിഗിന്നർക്ക്. ഈ ഒരു എന്താ പറയുക, സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ്, അതുപോലെ ബിസിനസ്, കുറച്ചും കൂടി പൈസ ഉണ്ടാക്കണം, കുറച്ചുകൂടി സക്സസ്ഫുൾ ആവണം, ഫിനാൻഷ്യൽ ഫ്രീഡം, ടൈം ഫ്രീഡം, ലൊക്കേഷൻ ഫ്രീഡം, ഇതൊക്കെ അച്ചീവ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഒരാൾക്ക് വായിച്ച് തുടങ്ങാൻ പറ്റിയ വൺ ഓഫ് ദ ബെസ്റ്റ് ബുക്കാണ് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിൽ നെപ്പോളിയൻ ഹില്ല് എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ, മെയിനായിട്ട് നമ്മളൊരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, ഇവിടെ നമുക്കൊരു സംഭവം അച്ചീവ് ചെയ്യാൻ പറ്റും, നമുക്കൊരു ഗോള് വേണം, നമ്മുടെ സ്വന്തം ഒരു വിശ്വാസം വേണം, പിന്നെ നമ്മളടുത്ത് അതേപോലെ മാനിഫെസ്റ്റേഷൻ, നമുക്ക് ഭാവിയിലൊരു സംഭവം അത് നടക്കും, അത് ഇപ്പം തന്നെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുമല്ലോ. ഈ സംഭവങ്ങളൊക്കെയാണ് മൂപ്പര ബുക്കിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നെപ്പോളിയൻ ഹിൽ എന്ന് പറയുന്ന ആൾ ഒരുപാട് സക്സസ്ഫുൾ ആയ ആൾക്കാരെ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തിരിക്കണം. അപ്പോൾ അതിൽ നിന്ന് ഉള്ളൊരു എക്സ്പീരിയൻസും അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ മൂപ്പർക്ക് അവർക്ക് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള കുറച്ച് ക്വാളിറ്റീസും ഇതൊക്കെയാണ് ആ ബുക്കിൽ പറയുന്നത്. മെയിനായിട്ട് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയുന്നത്, നമുക്കൊരു ബേണിംഗ് ഡിസയർ വേണം, എന്തെങ്കിലും ഒന്ന് നേടണം, ഇന്ന സംഭവം നേടണം എന്നുള്ളൊരു ബേണിംഗ് ഡിസയർ വേണം. എന്നിട്ട് പിന്നെ അത് നമ്മൾ നേടും, നമ്മളെ കൊണ്ട് കഴിയും എന്നുള്ളൊരു വിശ്വാസം വേണം. അതേപോലെ അതിന് വേണ്ടി നമ്മളെ ആക്ഷൻ എടുക്കും വേണം. ഈ ഒരു സംഭവം ഇപ്പോൾ ഏറ്റവും കൂടുതൽ അതിൽ കട്ടി കൊടുത്ത് പറയുന്നത് ഫെയ്ത്ത് ഇൻ അവർ സെൽഫ്, എ ബേണിംഗ് ഡിസയർ ആൻഡ് ടേക്കിംഗ് ആക്ഷൻ. അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ റീഡിങ്ങിലേക്ക് കിടക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അത് വായിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി നമ്മൾ മൈൻഡ് ഒന്ന് ഓപ്പൺ ആവും. ഈ ഒരു ഫിനാൻഷ്യൽ വേൾഡ്, കുറച്ചും കൂടി മണി എങ്ങനെ വർക്ക് ചെയ്യണത്, അത്യാവശ്യം ഫിനാൻഷ്യൽ ഫ്രീഡത്തിനെ കുറിച്ചൊക്കെ ഒരു ചെറിയൊരു കുറച്ചും കൂടി മൈൻഡ് ഒന്ന് ഓപ്പൺ ആവും. രണ്ടാമത്തെ ഞാൻ പറഞ്ഞ ബുക്കാണ് അറ്റോമിക് ഹാബിറ്റ്സ്. ഇത് ഒട്ടുമിക്ക എല്ലാവരും വായിച്ചിട്ടുണ്ടാവും, ഇല്ലാന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യണം, നിങ്ങൾ വായിക്കണം. സിമ്പിൾ സാധനമാണ്, പക്ഷേ നമ്മളെങ്ങനെയാണോ നമ്മുടെ ഹാബിറ്റിനെ നോക്കി കാണുന്നത് ആ ഒരു പേഴ്സ്പെക്റ്റീവ് മാറും. സിമ്പിളി പുതിയ ഹാബിറ്റുകൾ എങ്ങനെ ബിൽഡ് ചെയ്തെടുക്കണം, നമുക്ക് ഓൾറെഡി ഉള്ള ബാഡ് ഹാബിറ്റുകൾ എങ്ങനെ ബ്രേക്ക് ചെയ്യണം എന്നുള്ള വളരെ സയൻറ്റിഫിക്കും അതുപോലെ സിമ്പിൾ മെത്തേഡ്സുമാണ് ജെയിംസ് ക്ലിയർ അതിൽ ഷെയർ ചെയ്യണത്. അറ്റോമിക് ഹാബിറ്റ്സിൽ എന്താണ് ഒരു ഹാബിറ്റ് എങ്ങനെ വർക്ക് ചെയ്യണത്, അതായത് അതായത് അതിൻ്റെ ട്രിഗർ, ഒരു ഹാബിറ്റിന് ട്രിഗർ ഉണ്ടാവും, എന്തെങ്കിലും ട്രിഗർ ഉണ്ടാവും. അതിപ്പോൾ എക്സാമ്പിൾ ഫോണാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ ഒരു ട്രിഗറാണ്, ആ സൗണ്ട് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും. രണ്ടാമത്താണ് ഹാബിറ്റിൻ്റെ ലൂപ്പിൽ സംഭവിക്കുന്നത് ക്രേവിങ്, അതായത് ആ ഫോണിൽ നോട്ടിഫിക്കേഷൻ എന്താണ് എന്നറിയാനുള്ളൊരു ത്വര ഉണ്ടാവില്ല നമുക്കത്. അതുപോലെ മൂന്നാമത് വരുന്നതാണ് റെസ്പോൺസ്, നമ്മൾ എടുത്ത് നോക്കും. നാലാമത് നമ്മൾ നോക്കിക്കാണ്ട് അതിലെന്താണെന്നുള്ള മെസ്സേജ് നമ്മൾ വായിച്ചപ്പോൾ നമുക്ക് കിട്ടിയൊരു സാറ്റിസ്ഫാക്ഷൻ. അല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ആരെങ്കിലുമൊക്കെ മെസ്സേജ് അയച്ചാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിലൊരു ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കുമല്ലോ, അതായത് ഇപ്പോൾ നമ്മളെ ക്രഷൊക്കെ ആണെന്നുണ്ടെങ്കിലൊക്കെ. അപ്പോൾ ആ ഒരു റിവാർഡ് അവിടെ സാറ്റിസ്ഫൈ ആവുന്നുണ്ടല്ലോ. അപ്പോൾ ആ 4 സംഭവങ്ങൾ, ക്രേവിങ്, റെസ്പോൺസ്, റിവാർഡ്, ഒരു ഹാബിറ്റിൽ നടക്കുന്നത് അതുപോലെ ഈ സംഭവങ്ങളെ ഒരു ക്യൂവിനെ നമുക്ക് ഇല്ലാതാക്കി കഴിഞ്ഞാൽ, ട്രിഗറിനെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ ആ ഹാബിറ്റ് സ്റ്റാർട്ട് ആവില്ല. അതുപോലെ നമുക്ക് ആ ഹാബിറ്റ് ഡിഫിക്കൽട്ട് ആക്കി കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. അൺസാറ്റിസ്ഫൈയിങ് ആക്കി കഴിഞ്ഞാൽ പിന്നെ അത് റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് കുറവാണ്. ഇങ്ങനത്തെ കുറച്ച് നല്ല കാര്യങ്ങൾ ബിൽഡ് ചെയ്യാനും, അതേപോലെ നല്ല ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യാനും, അതുപോലെ ചീത്ത ഹാബിറ്റ്സ് ബ്രേക്ക് ചെയ്യാനും കുറച്ച് ടിപ്സ് പറയുന്നുണ്ട്. അതിൽ 4 ബിഹേവിയർ ലോസ് മുമ്പ് പറയുന്നുണ്ട്. മേക്ക് ഇറ്റ് ഈസി, മേക്ക് ഇറ്റ് ഒബ്വിയസ്, മേക്ക് ഇറ്റ് സാറ്റിസ്ഫൈയിങ്, മേക്ക് ഇറ്റ് അട്രാക്റ്റീവ്. അതേപോലെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ബാഡ് ഹാബിറ്റ് ആണെങ്കിൽ മേക്ക് ഇറ്റ്
ഇൻവിസിബിൾ, മേക്ക് ഇറ്റ് ഡിഫിക്കൽട്ട്, മേക്ക് ഇറ്റ് അൺഅട്രാക്റ്റീവ്, മേക്ക് ഇറ്റ് അൺസാറ്റിസ്ഫൈങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇത് എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ്. ഇതേപോലത്തെ സംഭവങ്ങൾ നമ്മൾ പല സ്ഥലത്തും പല ബുക്കുകളിലും ഉണ്ട്. എല്ലാം ഏകദേശം ഒരേ കൺസെപ്റ്റ് തന്നെയാണ്, ഈ ബിഹേവിയറിൻ്റെയും അതുപോലെ ഹാബിറ്റിൻ്റെ ഒക്കെ. പക്ഷെ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാവണമാണ്. അതുപോലെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറേ സാധനങ്ങളുണ്ട്. ഹാബിറ്റ് സ്റ്റാക്കിങ്, അതായത് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒരു ഹാബിറ്റ് ചെയ്യുന്നുണ്ടാവും. അതിൻ്റെ നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രാവിലെ എണീറ്റാണ് പല്ലേക്കുക, അങ്ങനത്തെ ഒക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യണതാണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം എന്ത് ചെയ്യുക, പല്ലേച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മെഡിറ്റേറ്റ് ചെയ്യുന്നു, നേരെ ബുക്ക് റീഡ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ഓട്ടോമാറ്റിക്കായി ചെയ്യുന്ന ഹാബിറ്റിൻ്റെ ഒപ്പം നമുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഹാബിറ്റ് അതിൻ്റെ ഒപ്പം സ്റ്റാക്ക് ചെയ്യുക. അതുപോലെ നമ്മളെ എൻവയറമെൻറ്റ്, ഇപ്പോൾ നമ്മൾ ഒരു അഡിക്ഷൻ ഉണ്ട് നമുക്ക്, പക്ഷെ നമ്മളെപ്പോഴും ആ അഡിക്ഷന് നമ്മൾ ചെയ്യുന്നത് ഒരു പ്രത്യേക സാഹചര്യങ്ങളിലാണ്. ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെപ്പോഴും നമ്മളെ ലിവിങ് റൂമിൽ സിഗരറ്റ് വലിക്കേണ്ടതെന്ന് വിചാരിക്കുക. ആ റൂമിൽ നിന്ന് മാത്രമേ നമ്മൾ വലിക്കുന്നുള്ളൂ. അപ്പോൾ ആ ഒരു എൻവയറമെൻറ്റിക്ക് എത്തിക്കഴിഞ്ഞാൽ തന്നെ, ആ ഒരു റൂമിലേക്ക് എത്തിയാൽ തന്നെ നമുക്ക് സിഗരറ്റ് വലിക്കാനുള്ളൊരു ടെൻഡൻസി ചിലപ്പോൾ വരും. പക്ഷേ അതേസമയം നമ്മളൊരു ടൂറിലാണ്, പുറത്താണെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സിഗരറ്റിനെ കുറച്ച് തന്നെ നമ്മൾ മറന്നുകൊണ്ട്. അപ്പോൾ ഇതെന്താണ്, എൻവയറമെൻറ്റിൽ വന്ന വ്യത്യാസമാണ്. അപ്പോൾ ഇതുപോലെ എൻവയറമെൻറ്റ് മാറ്റം വരുത്തി കഴിഞ്ഞാൽ, നമുക്ക് ഓരോ വസ്തുവിനോട് നമുക്കുള്ള റിലേഷൻഷിപ്പ് മാറ്റം വരുത്തി കഴിഞ്ഞാൽ എങ്ങനെ നമ്മളെ ചീത്ത ഹാബിറ്റുകൾ ബ്രേക്ക് ചെയ്യാനും പുതിയ ഹാബിറ്റുകൾ സുഖമായിട്ട് ബിൽഡ് ചെയ്യാനൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതും ഒരു ഗെയിം ചേഞ്ചർ ആയിരുന്നു എൻ്റെ ലൈഫിൽ. അതുപോലെ മൂന്നാമത്തെ സംഭവമാണ് കാൺ ഹേർട്ട് മീ ബൈ ഡേവിഡ് ഗോഗിൻസ്. അപ്പോൾ ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത് മെയിനായിട്ട് മൂപ്പരെ ലൈഫ് സ്റ്റോറിയാണ്. ഡേവിഡ് ഗോഗിൻസിനെ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. മൂപ്പര് ഒരു എന്താ പറയുക 300 pounds ഒക്കെ ഉള്ള 300 lbs ഒക്കെ ഉള്ള ഭയങ്കര ഫാറ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അതായത് ചെറുപ്പം തൊട്ടേ മൂപ്പര് അതിൽ പറയുന്നുണ്ട്. മൂപ്പര് ഒരു ലൈഫ് സ്റ്റോറി അതിൽ പറയുന്നത്, ചെറുപ്പം തൊട്ടേ അച്ഛൻ്റെ ഒക്കെ ഒരുപാട് പീഡനങ്ങളൊക്കെ സഹിച്ച് കുറേ ചൈൽഡ്ഹുഡ് ട്രോമോസൊക്കെ ഉണ്ടായി, കുറേ കഷ്ടപ്പെട്ട് വളർന്ന്, എന്നിട്ട് വലുതായതിൻ്റെ ശേഷം ഫുള്ള് ഡിപ്രസ്ഡ് ആയിട്ട് കോക്രോച്ചിന് സ്പ്രേ ചെയ്യുന്ന പണിയാണ് മൂപ്പർക്ക്. അതായത് കോക്രോച്ചൊക്കെ ചാവാൻ വേണ്ടിയിട്ട് സ്പ്രേ ചെയ്യുമല്ലോ, അങ്ങനത്തെ പണി ചെയ്തുകൊണ്ട് ഒരുപാട് ഷുഗറും അങ്ങനത്തെ ഫാസ്റ്റ് ഫുഡുകളും കഴിച്ചുകൊണ്ട് ഒരു എന്താ പറയുക, ഒരു ഭയങ്കര ഡിപ്രസ്ഡ് ലൈഫിലൂടെ കടന്നു പോയിരുന്നത്. ഫാറ്റ്, ഡിപ്രസ്ഡ്, പൈസ മര്യാദക്കില്ല, ഒരു ലുക്കില്ല, അങ്ങനെ ഒരു രീതിയിൽ. എന്നിട്ട് അവിടുന്ന് പിന്നെ മൂപ്പർക്ക് ഒരു ആഗ്രഹം വരികയാണ്, എന്താണ്, നേവി സീലിൽ കയറാൻ. ടി വിയിൽ ഇങ്ങനെ കണ്ടുകൊണ്ട് പരസ്യം കണ്ടുകൊണ്ട് നേവി സീലിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് അതിക്ക് ചേരണം എന്നുള്ളൊരു മൈൻഡ് വന്നിട്ട് പിന്നീട് ആ ഒരു എത്രയോ ദിവസം കൊണ്ട് മൂപ്പർ ആ ഫാറ്റ് ഷ്രെഡ് ചെയ്തിട്ട് ഒരു നേവി സീലിൽ സെലക്ഷന് പോകുമല്ലോ. അപ്പോൾ അവിടുന്ന് എല്ലാവരും ഇങ്ങനെ മൂപ്പരെ കളിയാക്കിയിരുന്നു. അപ്പോൾ കളിയാക്കിയപ്പോൾ ഒരാൾ പറഞ്ഞു, ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ ഇത്ര വെയിറ്റ് കുറച്ച് വരികയാണെന്നുണ്ടെങ്കിൽ അന്നെ എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ മൂപ്പര് കഷ്ടപ്പെട്ടാണ്ട് വെയിറ്റ് കുറച്ച് സ്വിമ്മിങ്ങും സൈക്ലിങ്ങും റണ്ണിങ്ങും ഒക്കെ ചെയ്ത് വെയിറ്റ് കുറച്ച് കാലറി ഡെഫിസിറ്റിൽ നിന്ന്, അതുപോലെ അതിൽ നമുക്ക് പഠിക്കാനുള്ള സംഭവങ്ങളുണ്ടാവില്ല, അതേപോലെ എക്സാംസുകളൊക്കെ പഠിച്ച് അങ്ങനെ മൂപ്പർ അതിൽ നേടിയെടുത്തു. നേവി സീൽ എന്ന് പറഞ്ഞത് വൺ ഓഫ് ദ ടഫസ്റ്റ് ഫോഴ്സ് ഓൺ എർത്താണ്. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വീണ്ടും അതിൽ ഫെയിലായിട്ടും വീണ്ടും ട്രൈ ചെയ്യുന്നതും, അതുപോലെ മൂപ്പർ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ജേണിയും, അതുപോലെ നേവി സീൽ അതിൻ്റെ ശേഷവും മൂപ്പർക്ക് ഗിവ് അപ്പ് ചെയ്യണമെന്നില്ല. പിന്നീടും ലൈഫിൽ മൂപ്പർക്ക് പെയിൻ വേണം. അത് തന്നെയാണ് അൾട്രാ മാരത്തോൺസുകൾ ഓടുക. അതിലൊരു സ്റ്റോറി പറയുന്നുണ്ട്, മൂപ്പര് ഏതോ ഒരു അൾട്രാ മാരത്തോൺ ഓടുമ്പോൾ മൂപ്പര് കുറച്ച് കാലം മുമ്പ് ഞാൻ വായിച്ചാണ്, ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് ഓർമ്മയില്ല. മേത്തു നിന്നൊക്കെ ബ്ലഡൊക്കെ പോകുന്നുണ്ട്, കിഡ്നി എന്തോ ഫെയിൽ ആയിക്കണം, എന്തോ ഫങ്ഷനിങ് ഫെയിലൊക്കെ ആയിക്കണ്, അത്രയും ദൂരം ഓടിയിട്ട്. പക്ഷെ എന്നിട്ട് മൂപ്പര് നിർത്തിയിട്ടില്ല, അത് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് മൂപ്പര് പറയുന്നൊരു സംഭവമാണ് കാലസിങ് അവർ മൈൻഡ്. അതായത് നമുക്ക് ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം, ഇത് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഈ സംഭവമാണ് തയമ്പ് എന്ന് പറയുന്നത്. നമ്മൾ ജിമ്മിലൊക്കെ പോകുമ്പോഴും അതുപോലെ നമ്മൾ ഒരുപാട് ഫ്രിക്ഷനുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ കൈക്കോട്ട് കൊത്തുമ്പോഴൊക്കെ നമുക്ക് ഉണ്ടാകുന്ന ഒരു സംഭവമാണ് തഴമ്പ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ പിന്നെ ആ പെയിന് വല്ലാതെ വരാതെക്കാൻ വേണ്ടി, അതുപോലെ ഗ്രിപ്പ് കൂടാനൊക്കെ വേണ്ടി നമ്മളെ ബോഡി ഒരു അഡാപ്റ്റേഷൻ ചെയ്യണം. അതുപോലെ നമ്മളെ ഹാർഡ് തിങ്സുകൾ നമ്മളെപ്പോഴും ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മളെ മൈൻഡ് പിന്നെ അഡാപ്റ്റ് ആവും. നമുക്ക് വലിയ ഗതികേടുള്ള സംഭവങ്ങളൊന്നും പിന്നെ ഒരു ഗതികേടായി തോന്നാത്ത രീതിയിലാവും. ഈ ഒരു കാര്യങ്ങളൊക്കെ മുമ്പ് ആ ഒരു ബുക്കിൽ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ഒരു മോട്ടിവേഷണൽ ടൈപ്പ് ബുക്കാണ്. അപ്പോൾ ഇത് ഞാൻ റീഡിങ് സ്റ്റാർട്ട് ചെയ്തത് ഈ ബേസിക് ഈ 3 ബുക്കിൽ നിന്നൊക്കെയാണ്. സോ ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ റീഡിങ് ഇതുവരെ തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ഒരു ഫിറ്റ്നസ്, സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ്, കുറച്ചും കൂടി ഫ്രീഡം വേണം എന്നുള്ള ഒരു ചിന്താഗതി ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ട്രൈ ദിസ് 3 ബുക്ക്. ബേസിക് ആണ്, ഭയങ്കര ഗതികേടുള്ള ലാംഗ്വേജോ വലിയ സംഭവ കൺസെപ്റ്റോ ഒന്നല്ല, സിമ്പിൾ ലാംഗ്വേജ് ആണ്, എല്ലാവർക്കും മനസ്സിലാവും. ഐ ഹോപ്പ് ദിസ് ഈസ് ഹെൽപ്ഫുൾ ഫോർ യു ഗൈസ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.